നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്റ്റാർട്ടറാണ് ചെയ്യുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണിത്. ഗോബി മഞ്ചൂരിയൻ ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിനായിട്ട് കോളിഫ്ലവർ ഇതളായിട്ട് അടർത്തിയെടുത്ത് അത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നത് പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകുവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ, മൈദാപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് അതുകൂടാതെ അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം അതിനകത്തേക്ക് പൊടികൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോൺഫ്ലോറും മൈദയുടെയും അളവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടാവുന്നതാണ്. ഞാനിത് പുരട്ടി നോക്കിയതിന് ശേഷം വേണമെങ്കിൽ സ്വല്പം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടാതെ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് കോട്ടഡ് ആവാനായിട്ടാണ്. ആ മാവ് നന്നായിട്ട് ഫ്ലവറിൽ കോട്ടഡായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് പുരട്ടിയെടുക്കണം. മാവ് നന്നായിട്ട് പുരണ്ടിരിക്കണം. ഫ്ലവറിൻ്റെ ഇതളുകളെല്ലാം നല്ലതായിട്ട് പുരണ്ടിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 2 ടേബിൾ സ്പൂൺ പോരെങ്കിൽ കുറച്ചും കൂടെ. ഒരുപാട് വെള്ളം അങ്ങ് ഒഴിക്കരുത്. ആദ്യം തന്നെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കടായി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പാൻ എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഈ ഗോബി വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ഗോബി കുറേശ്ശെയായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ അത് വിട്ട് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ സെപ്പറേറ്റ് തന്നെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിം ആകുമ്പോൾ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിം ആകുമ്പോൾ അത് നല്ല ക്രിസ്പിനെസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ ഗോബി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ഗോബി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക. അങ്ങനെ മുഴുവൻ ഗോപിയും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു കൊടുത്താൽ മതി. കുറച്ച് ചൂടാണെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇപ്പോൾ വറുത്ത ആ പാൻ തന്നെ മതി. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 4 പച്ചമുളക് 2ആയിട്ട് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് സോസൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ചൂരിയൻ എപ്പോഴും സ്പ്രിംഗ് ഒനിയൻ ആണ് ചേർക്കുന്നത്.
അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സോയാ സോസ് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ചൂരിയൻ്റെ ടേസ്റ്റിൽ എപ്പോഴും സോയാ സോസിൻ്റെ ടേസ്റ്റാണ് മുന്നിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പുളിപ്പ് അധികം വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് ചേർത്താലും മതി. ഇനി ഇതിനകത്തേക്ക് ഞാൻ റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ച് മതി എന്നുള്ളവർ ചില്ലി സോസ് കുറച്ച് ചേർത്താൽ മതിയാകും. സോസിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാവുന്നതാണ്. നിങ്ങളുടെ ആ രുചിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാലും കുഴപ്പമൊന്നുമില്ല. എരി ഇല്ലാത്ത പച്ചമുളക് യൂസ് ചെയ്യണം, എരിവ് വേണ്ടാത്തവർക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് കലക്കി അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഗോബിയില്ലേ അത് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഗോബി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സോസ് എല്ലാം നന്നായിട്ട് കോട്ടഡായി കിട്ടണം. അതിലെല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന ഗോബിയിൽ നന്നായിട്ട് കോട്ടഡായി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്താൽ മതി. നന്നായിട്ട് കോട്ടഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയനാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, ഉപ്പ് നിങ്ങൾ നോക്കിയതിന് ശേഷം ഇടയ്ക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ അങ്ങനെ തയ്യാറായിട്ടുണ്ട്. അത് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ സെർവ് ചെയ്യുകയാണ്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.